കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. ഈ വളരെ അനുഗ്രഹീതമായ ഒരു വചനമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവപ്രകാശത്തെയും അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയാൽ ഇന്ന് ലോകത്തിൽ ഉളവാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന പ്രകാശത്തിൻ്റെ ഒരു മേഖലകളുണ്ട് അല്ലേ. പകല് സൂര്യൻ നമുക്ക് പ്രകാശം നൽകുന്നുവെങ്കിൽ രാത്രി ചന്ദ്രൻ നമുക്ക് പ്രകാശം തരുന്നത്. എന്താണ് ഇവിടെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നൊരു പ്രവചനമാണ്. പ്രത്യേകിച്ച് ഈ 60-ാം അധ്യായം എന്ന് പറയുന്നത് സിയോൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം. അതിൽ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിലാവട്ടം തരുന്നത് ചന്ദ്രനും അല്ല. അപ്പോൾ പകൽ പ്രകാശിക്കുന്നത് സൂര്യനാണ്, രാത്രിയിൽ നമുക്ക് വെളിച്ചം തരുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ഇത് രണ്ടുമല്ല നിനക്കിനി രാത്രിയിലും പകലും പ്രകാശം നൽകാൻ പോകുന്നത്. എന്നാൽ അടുത്തെന്തുവാണ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. അപ്പോൾ എൻ്റെ അർത്ഥം ഈ ചന്ദ്രനാകട്ടെ സൂര്യനാകട്ടെ അല്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യനും വൈകുന്നേരം മുതൽ രാത്രി മുഴുവനും ചന്ദ്രനും നിൽക്കുന്ന പരിമിതമായ അല്ലേ രാവിലെയും രാത്രി എന്നുള്ള കോൺസെപ്റ്റ്. എന്നാൽ ഇവിടെ പറയുന്നത് എന്തുവാ, ദൈവം നമുക്ക് നിത്യപ്രകാശമായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വസിച്ചാൽ, നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ, നമ്മുടെ വീട്ടിൽ വസിച്ചാൽ അവൻ എന്ത് ചെയ്യും, നിത്യപ്രകാശമായിട്ട് മാറും. അത് രാവിലെയും രാത്രിയും എന്നുള്ളത് പോലെ പ്രകാശത്തിൻ്റെ ഒരു വേരിയേഷൻ അവിടെ ഇല്ലാതെ, അല്ല ഉയർച്ച താഴ്ചകളില്ലാതെ മഹത്വകരമായ ഒരു സാന്നിധ്യത്തിൻ്റെ കീഴിൽ നമുക്കായിരിക്കാൻ ദൈവം ഇടവരുത്തുമെന്നതിൻ്റെ തെളിവാണിത്. അപ്പം വചനം പറയുന്നു, യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദൈവം നിനക്ക് തേജസ്സും ആയിരിക്കും. അപ്പം ഒന്ന്, നിത്യപ്രകാശമായി ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി വരും. രണ്ട്, ദൈവത്തിൻ്റെ തേജസ്സിനെ നമ്മുടെ മുൻപേ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇത് രണ്ടും അനുഗ്രഹീതമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇത് ഭൗതിക മേഖലകളെ, ആത്മീക മേഖലകളെ ഉത്തേജിപ്പിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന, ദൈവിക നിശ്ചയതയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു തേജസ് അല്ലേ, അനുഗ്രഹീതമായ ഒരു ദൈവപ്രകാശത്തെ നമ്മുടെ മേൽ പകരുവാൻ ദൈവശക്തനാണ്. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ട്. ഈ സന്ദേശം അനേകരിലേക്ക് എത്തിച്ചേരണം, അനേകർക്ക് ഇത് ആശ്വാസമായി തീരണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.